ഹലോ കൂട്ടുകാരെ, ഇന്ന് എൻ്റെ ചെറിയ വിശേഷങ്ങളും എൻ്റെ വീട്ടിൽ അടുക്കള പണികളെല്ലാം കൂടി നിങ്ങൾക്കൊന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് രണ്ട് തരം കൂട്ടലാട്ടോ. മോൾക്ക് 3 കഷ്ണം പിട്ടുണ്ടായിരുന്നു, സ്കൂളിലും കൊടുത്തുകൊണ്ട് അവൾക്ക് കഴിക്കുകയും വേണം, പിന്നെ എനിക്കും വേണം. പിന്നെ അച്ഛൻ വന്നിട്ട് കപ്പ വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം കപ്പ അമ്മ വേവിച്ച് വെച്ചപ്പോൾ ഞാൻ അതിൽ അരപ്പൊക്കെ ചേർത്ത് വറവൊക്കെ ഇട്ടു. പിന്നെ അതിന് കപ്പയ്ക്ക് കൂട്ടാൻ മീൻകറി ആയിരുന്നു. പിട്ടിന് വന്നിട്ട് ഞാൻ കുറച്ച് ഉള്ളി വാട്ടിയിട്ട് ഒരു മുട്ടയും പുഴുങ്ങിയിട്ടിട്ടോ. മോക്കത് മതി. ഞങ്ങളുടെ മീനൊക്കെ അമ്മ മുറിച്ച് വെച്ച് അമ്മ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അവിടെ തന്നെ ചായക്ക് ഞാൻ വെള്ളം വെച്ചു. പിന്നെ അമ്മ തൊഴിലുറപ്പായതുകൊണ്ട് തന്നെ അരിയൊക്കെ ഇട്ട് കറികളൊക്കെ ആയിട്ടോ. പിന്നെ 8-8:30 ആയപ്പോൾ മോളെല്ലാം കുളിപ്പിച്ച് സ്കൂളിൽ പറഞ്ഞു വിടാനുള്ള തയ്യാറെടുപ്പിലാണ്. മോളെ ഞാൻ പുറപ്പെടുവിക്കാനായിട്ട് അകത്തേക്ക് കൊണ്ടുവന്ന നേരം ചെറിയ മോൻ അലമാരിയിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. മോന് അവിടെ കളിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലമാരി തുറന്ന് അതിൻ്റെ അകത്തേക്ക് കയറി കുത്തിരിക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നു കേട്ടോ. എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ടാട്ടോ ഡാൻസ് കളിക്കുന്നത്. മുപ്പത്തിക്ക് അതൊക്കെ ഇഷ്ടമാണ്. എല്ലാ സാധനങ്ങളും മേക്കപ്പ് ചെയ്യാനുണ്ടാവും, എന്നാലും ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കില്ല. എല്ലാ സാധനം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താട്ടോ പോവുക. വെച്ചാൽ മോക്കെന്ന് പറഞ്ഞാൽ മേക്കപ്പിൻ്റെ ആളാണ്. ഞാൻ അങ്ങനെ മേക്കപ്പ് ഇടാറില്ല, തല പോലും വരത്തില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് മോൻ ഇറങ്ങി വന്നിട്ടുണ്ട്. മോളെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് മോൻ അപ്പുറത്തുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ തടിച്ച് വാരിയിട്ടാൽ ഓരോരോ പൊടികളുണ്ട് തറയിൽ, അതൊക്കെ എടുത്ത് വായിലിട്ട് തിന്നും. നിങ്ങൾക്ക് വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും. ഓന് തിന്നുന്ന ഭക്ഷണം കൊടുത്താൽ അവൻ തുപ്പിക്കളയും, ബാക്കിയെല്ലാം അവൻ തിന്നും കേട്ടോ. അപ്പോഴത്തേക്ക് ഫോൺ അവിടെ വച്ചിരുന്നു, ഫോൺ എടുക്കാൻ പോയതാണ്. അപ്പോഴത്തേക്ക് റൂമൊക്കെ അടിച്ച് വാരി ഞാൻ ഡസ്റ്റ്പാനിൽ വാരി കളഞ്ഞിട്ട് ഞാൻ ഡൈനിങ് ഹാളിലോട്ട് വന്നിട്ട് മേശയൊക്കെ ഒന്ന് നന്നാക്കുകയാണ് കേട്ടോ. അമ്മയും അച്ഛനും എല്ലാവരും പോയ നേരം കൊണ്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ച് നന്നാക്കാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ട് കയറിയതാണ്. അപ്പോഴത്തേക്ക് മോനും അപ്പുറത്തുനിന്ന് റൂമിലെ ഡൈനിങ് ഹാളിലേക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട്. ഞാൻ അടിച്ച് വാരി കൂട്ടിയതിൽ ഓന് പേപ്പറുണ്ട്, പിന്നെ നല്ലോണം പേപ്പർ തിന്നും. അത് വാരിക്കൂട്ടി പോയതാട്ടോ. ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഓനകത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ പോകുന്ന കണ്ടിക്ക്, അതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല, എനിക്ക് കിട്ടും. ചില നേരം ഉണ്ടല്ലോ, ഞാൻ അറിയാണ്ട് നിൽക്കുമ്പോൾ തന്നെ ഓരോന്നെടുത്ത് വായിലിടും. പിന്നെ വായിന്നെടുക്കാൻ പെടുന്ന പാട് ഒരു ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധം തന്നെ കഴിക്കണം കേട്ടോ. ഞാൻ കുറേ ദിവസമായി അടുക്കളയിൽ ഗ്രില്ലിൻ്റെ അവിടെ നന്നാക്കണമെന്ന്. ഞാൻ ഓർത്ത് അവിടെ നിന്ന് തുടച്ച് നന്നാക്കട്ടെ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടെ തുടച്ച് നന്നാക്കുകയാണ്. പൊടി തട്ടുന്ന സാധനം കാണുന്നില്ല. അപ്പോൾ ചെറിയ പൊടി തട്ടുന്ന പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു, അത് ഞാൻ തേടാൻ പോയതാണ് കേട്ടോ. കുറച്ച് ഇറങ്ങി അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാൻ അവിടേക്ക് കുറച്ച് പൊടി തട്ടിയേ. ഇനി നാളേക്ക് ശ്വാസം മുട്ടായിരിക്കും. തീരെ എനിക്ക് പൊടി തട്ടിക്കൂടാ കേട്ടോ. എന്നാൽ അങ്ങനത്തെ പണികളാണ് ചെയ്യുക. അടിച്ചു വാരി അപ്പോഴത്തേക്കും മോനെയൊക്കെ ഉറക്കി കിടത്തിയതിന് ശേഷം പാത്രം കഴുകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ നോക്കിയിട്ട് പാത്രം കഴുകാൻ ഓർത്ത് വന്നാണ്. കുറേ പാത്രം കാണുമ്പോഴത്തേക്ക് എൻ്റെ തലയ്ക്കകത്ത് കിളി തന്നെ പോകും കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ മോറി എടുക്കുന്നുണ്ട്. കൈക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂട്ടിയിട്ട് കഴുകുന്നില്ലെങ്കിൽ അപ്പം ഞാൻ കഴുകിയ കേട്ടോ വെക്കുക. സ്പീഡ് മോഡിലിട്ട പോലെ സ്പീഡിൽ തന്നെ പണി കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ എനിക്ക് പണി സ്പീഡിലെടുക്കാൻ കഴിയില്ലല്ലോ. വെച്ചാൽ ഞാൻ അത്രയും സ്പീഡ് കൂട്ടിയിട്ടിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. അങ്ങനെയൊക്കെ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അവിടെയൊക്കെ തുടച്ച് നന്നാക്കിയിട്ട് അവിടെയുള്ള കുറച്ച് മീനിൻ്റെ കവറുകളൊക്കെ ഉണക്കി കൊടുക്കണം. അതമ്മ മീനെടുത്തിട്ട് മീനിൻ്റെ കവർ തോരാനിടുന്നതാണ്. അതൊക്കെ കൊണ്ടുപോയി ഞാൻ വെയിലത്ത് ഉണക്കാനിട്ടു. അവിടെയൊക്കെ ഒന്ന് സോപ്പൊക്കെ വരച്ച് നല്ല വൃത്തിയിലൊക്കെ കഴുകി എടുത്തു കേട്ടോ. ഇത് ദിവസം ഒരു നേരം കേട്ടോ ചെയ്യുക, എപ്പോഴും ചെയ്യത്തില്ല. വെച്ചാൽ ഇങ്ങനെ വൃത്തി കിടക്കുമ്പോൾ ഒരു ആശ്വാസമല്ലേ, അന്തസ്. പിന്നെ 2 അരി ഇന്നലത്തെയും ചെമ്പുണ്ട്. അപ്പം ഞാൻ അതോർത്ത് ഞാൻ കഴുകി വെക്കട്ടെ എന്ന് ഓർത്തിട്ട് അടുക്കള വശത്തേക്ക് ഇറങ്ങിയതാണ്. 2 അരി വെച്ച ചെമ്പുണ്ട്, അത് 2ഉം കഴുകട്ടെ എന്ന് ഓർത്തിട്ട് പോയതാണ്. കരി പിടിച്ച ചെമ്പായതുകൊണ്ട് അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ തിരുമ്പുന്ന കല്ലിൻ്റെ അവിടെ ആഴ്ചയ്ക്ക് അടിക്കുക. അപ്പോൾ അവിടെ കരിയില നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല പൊത്തൊഴിയുന്ന സമയമായതുകൊണ്ട് ഒത്തിരി കരിയിലുണ്ട്. അപ്പം ഞാൻ അവിടെയൊക്കെ അടിച്ച് നന്നാക്കുകയാണ്. അലക്കലിന് ചുറ്റും വെച്ചാൽ മക്കളും ഞാനും ഒക്കെ ഏത് നേരം അതിലെ കൂടെ വണ്ടിപ്പാഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അന്നേരം ജന്തുക്കളൊന്നും നിൽക്കണ്ട എന്ന രീതിക്കാട്ടോ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യുന്നത് അവിടെ. എന്നിട്ട് 2-3 ദിവസം കൂടുമ്പോൾ തീയിട്ട് കൊടുക്കും കേട്ടോ. നമുക്കത്ര ചെറിയ മുറ്റമൊന്നുമല്ല കേട്ടോ, 4 സൈഡും മുറ്റമാണ്. നടുക്കാ വീടുള്ളത് കൊണ്ട് കുറേ മുറ്റമുണ്ട് കേട്ടോ. മുറ്റം മാത്രം അടിച്ചാൽ പോരാ, ഞങ്ങൾക്കിപ്പോൾ റോഡും കൂടെ അടിക്കണം.
റോഡ് പണി കഴിച്ച പിന്നെ ഇവിടെ താഴെ തൊട്ട് മേലെ വരെ ഞങ്ങൾ അടിക്കണം കേട്ടോ. അതിന് ശേഷം ഇരുന്നുണ്ടായിരുന്നു. അമ്മ ഇരുന്ന് പുറത്തെടുത്ത് വെക്കാൻ പറഞ്ഞപ്പോൾ എടുത്ത് വെച്ചാൽ കേട്ടോ. ഏട്ടനുള്ള ഗോതമ്പ് പുട്ടോട് കൂടി ഇന്നത്തെ